ഒരു പൂജ നടത്തി രാജുവിനെ കൊണ്ട് തന്നെ ഈ മാല ഋതികയുടെ കഴുത്തിൽ അണിയിക്കണം. എല്ലാ കാര്യങ്ങളും അതിന്റേതായ രീതിയിൽ തന്നെ നടത്തണ്ടേ പ്രതാപ? വർമ്മ സാർ എന്തായാലും ഇത് സമ്മതിക്കാൻ വഴിയില്ല. ഈ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്താ അതെന്തായിരിക്കും ചേച്ചിക്ക് അറിയാലോ. ചേച്ചി ആലോചിച്ചെടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് ഞാൻ എതിര് പറഞ്ഞ ചേച്ചിക്ക് അത് വിഷമാവെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം. ചേച്ചി എന്താണെന്ന് വെച്ച് ചെയ്യും. പൂജാരി എത്തുമ്പോ നീയും ഉണ്ടാവില്ലേ? അത് വേണോ? വേണം. നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം പ്രതാപ. ഋതിക മേഡത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള അംബിക മേഡത്തിന്റെ അടവാണിതല്ല. വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച് ഋതിക മേഡത്തിന്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്ന പിന്നെ ഋതിക മേഡത്തിന്റെ ഭാവി എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് മുടക്കണം. ഈ പൂജയും താലികെട്ടും മുടക്കാൻ എന്തോ ഒരു വഴി. അംബിക മേഡം വരുമെന്ന് പറഞ്ഞ പൂജാരി രാമകൃഷ്ണൻ തിരുമേനിയാകാൻ ആ സാധ്യത. ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഹലോ. തിരുമേനി, ഞാൻ രാജുവാ, വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന്. ആ രാജു, കൃത്യസമയത്ത് തന്നെയാണല്ലോ താൻ വിളിച്ചത്. ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. തിരുമേനി, ഞാനൊരു കാര്യം പറഞ്ഞ തിരുമേനി ഒന്നും വിചാരിക്കരുത്. തിരുമേനി ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് വരരുത്. ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്ന് തിരുമേനി വർമ്മ സാറിനൊന്ന് വിളിച്ചു പറയണം. ഈശ്വര, താൻ എന്താ രാജു ഈ പറയുന്നേ? നുണ പറയാനോ? അതും ഒരു ശുഭകാര്യം മുടക്കാൻ വർമ്മ സാറിനോട്? തിരുമേനി ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഇതൊരു അപേക്ഷയാണ്. ഈ ചടങ്ങ് നടക്കാൻ പാടില്ലാത്ത. ഞാനിങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ തിരുമേനിയെ നേരിട്ട് വന്നു കണ്ട് പറയാം. തിരുമേനി എന്നെ സഹായിക്കണം. തിരുമേനിക്ക് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റൂ. താൻ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയല്ലോ രാജു. എന്തോ കാരണമുണ്ടെന്ന് പറയുമ്പോ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നന്ദിയുണ്ട് തിരുമേനി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തിരുമേനി ഒന്ന് കാണാം. ശരി. ഇതെന്താ മേഡം അണിഞ്ഞൊരുങ്ങിയത്? എങ്ങോട്ടാ? എന്തോ പൂജയുണ്ടെന്നും ഒരുങ്ങി റെഡിയായി വരാനും അപ്പൂനോട് അമ്മായി പറഞ്ഞു വിട്ടിരുന്നു. പൂജ? എന്തിനാ പൂജ അംബിക മേഡം നടത്താൻ പോകുന്നെന്ന് ഋതിക മേഡത്തിന് അറിയോ? ഇല്ല. എന്നെ കൊണ്ട് വീണ്ടും ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ, അതും വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച്. അയ്യോ രാജു, അതെങ്ങനെ ശരിയാവും? അങ്ങനെ രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ ശരിക്കും രാജുവിന്റെ ഭാര്യയാവില്ലേ? അതെ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുന്ന മാഡത്തിന് തോന്നുന്നുണ്ടോ? മാഡം പേടിക്കണ്ട, ആ ചടങ്ങേ നടക്കില്ല. എനിക്ക് സമാധാനായി. ചടങ്ങ് നടക്കില്ലല്ലോ, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് മാഡം. എങ്കി രാജുവാ, അമ്മായിയുടെ പ്ലാന് നടക്കാതെ അമ്മായി നിന്ന് ചമ്മുന്നത് എനിക്കൊന്ന് കാണണം. വാ രാജു. മാഡം, അവരുടെ നുണയുടെ ആയുസ് ഇന്ന് തീരുമല്ലേ അമ്മേ? പിന്നെ ഇന്ന് ഈ വീട്ടിലെ ഒരു കൊട്ടിക്കലാശം നടക്കും. അതിനുശേഷം എന്തും സംഭവിക്കാം. ചിലപ്പോ ഇന്ന് തന്നെ അവള് നിന്റെ കൈവെള്ളയിൽ വരും മോനെ. ഇന്നലെ അമ്മ പറഞ്ഞപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡന്റാ. അമ്മയുടെ ബുദ്ധിയുണ്ടല്ലോ. ഹോ, അമ്മ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മ ഈ രാജ്യം ഭരിക്കും.
ശേഖര, പ്രതാപൻ എവിടെ? ചേട്ടനൊരു കോളില്ല ഇപ്പൊ ഒരു രണ്ടാളുവേ ഇങ്ങോട്ട് വന്ന് നിന്നേ. പൂജയ്ക്കുള്ള സമയമായി. അല്ല, പൂജാരി എത്തിയില്ലേ ചേച്ചി? അദ്ദേഹം വരാന്ന് പറഞ്ഞ സമയമായി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. ദീപകെ, നീ ഒന്ന് പോയി നോക്കി. സമയം വൈകുന്നു. ഞാൻ പോയി നോക്കാം അംബിക മാഡം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. തിരുമേനി ഉണ്ടല്ലോ. തിരുമേനി, ഞാൻ രാജുവാ, വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന്. തിരുമേനി, ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് വരരുത്. ഇങ്ങനൊരു ചടങ്ങ് നടത്തരുതെന്ന് വർമ്മ സാറിനൊന്ന് വിളിച്ച് പറയണം. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വന്ന് തിരുമേനിയെ കാണാം. ഹലോ ഹലോ, ഞാൻ ഋതിക വർമ്മയാ. ഋതിക മാഡം പറയൂ. ഇന്ന് എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് നടക്കാൻ പാടില്ലെന്ന് തിരുമേനി വിളിച്ച് പറഞ്ഞതേ എന്റെ ഭർത്താവ് രാജു അല്ല, എന്റെ അമ്മായിയുടെ മകൻ ദീപക്. ദീപകിനെ വിവാഹം ചെയ്യാതെ രാജുവിനെ ഞാൻ വിവാഹം ചെയ്തതിന്റെ ദേഷ്യം തീർക്കുക അവൻ എന്നോട്. തിരുമേനി വരണം. ഞാൻ വരാം. ശരി തിരുമേനി, വളരെ സന്തോഷം. ശരി. നന്ദി. രാജു, ഇതാ വാങ്ങിക്കോളൂ. ഞാൻ എത്ര പറഞ്ഞിട്ടും തിരുമേനി എന്താ ഇങ്ങനെ ചെയ്യുന്ന? വാങ്ങിച്ചോളൂ. രാജു, വാങ്ങിക്കേ.
എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാജു, പറയ്. എനിക്ക് പറയാനുള്ളത് വർമ്മ സാറിനോടാ. എന്നോടോ? എന്നോട് എന്താ സംസാരിക്കാൻ? നീ പറയുന്നൊന്നും കേൾക്കാനല്ല, ചേച്ചി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വർമ്മ സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർമ്മ സാർ അത് കേൾക്കാനുള്ള വലിയ മനസ്സ് കാണിക്കണം. വർമ്മ സാറിന് വലിയ മനസ്സൊന്നും കാണിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ചേച്ചി, ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ച ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഞാൻ പുറത്തുണ്ടാവും. പ്രതാപ, അവൻ എന്താണെന്ന് വെച്ചാ അവൻ പറയട്ടെ. നീ അവനൊരു അവസരം കൊടുക്ക്. നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ആണെങ്കിലോ. എന്താണെന്ന് വെച്ചാൽ പറയൂ വേഗം. വർമ്മ സാറേ, അത് രാജു പറയല്ലേ പ്ലീസ്. ഞാൻ വർമ്മ സാറിനോട് ഞാൻ പറയില്ലേ രാജു, പ്ലീസ് പ്ലീസ് രാജു. വർമ്മ സാറിനോട് ഞാൻ പറയാൻ വരുന്ന കാര്യം വർമ്മ സാറ് ക്ഷമയോടെ കേൾക്കണം. മുഹൂർത്തം കഴിയാറായി. എന്താണെന്ന് വെച്ചാ വേഗം പറയൂ രാജു. വർമ്മ സാറേ, ഋതിക മാഡത്തിന്റെ നീ ആദ്യം പോയി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ചെയ്, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പോലെ വർമ്മ സാറേ പ്ലീസ്. നീ എന്താണ് എന്നെ പരിഹസിക്കണം? കിട്ടുന്നുണ്ടെങ്കിൽ നീ പോയി ആദ്യം താലി കെട്ട്. ഓ ചെല്ലാൻ. ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. ഇവന്റെ തലയ്ക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. എന്റെ മോള്, അയ്യോ എന്റെ മോളുടെ കല്യാണം. ഞാനിത് എവിടെയാ? ഞാനെങ്ങനെയാ ഇവിടെ വന്നേ? അയ്യോ, പത്മാവതി മാഡം കിടക്ക്. മാഡം കിടക്ക്. മാഡം സൂക്ഷിച്ച്. ഗീതേ, എനിക്കെന്താ സംഭവിച്ചേ? എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞോ? അയ്യോ മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മാഡം. എനിക്ക് അവളെ കാണണം.
അംബികേച്ചിയുടെ മകനുമായി ഒരിക്കലും അവളുടെ വിവാഹം നടക്കാൻ പാടില്ല. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് ഋതുമോളെ കാണാൻ പോവാം. കുറച്ച് സമയം കഴിയട്ടെ, നമുക്ക് പോവാന്നേ. എന്റെ തല എന്താ ഇങ്ങനെ വേദനിക്കുന്നെ? എനിക്കെന്താ ഇതേ പറ്റിയേ? അത് പത്മാവതി മാഡത്തിന് ആക്സിഡന്റ് സംഭവിച്ചിടത്തു നിന്നും പത്മാവതി മാഡത്തെ ഒരു പെൺകുട്ടി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2 ആഴ്ചയോളം മാഡം ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോ എന്റെ മോളുടെ വിവാഹം എപ്പോഴും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഋതിക മോളെ കുറിച്ച് അന്വേഷിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അയ്യോ, മാഡം ഇങ്ങനെ വിഷമിക്കില്ലേ? അയ്യോ, മാഡത്തിന് ബോധം വന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഹലോ ഡോക്ടർ, ഞാൻ ഗീതയാ. ഓക്കെ ഡോക്ടർ, ശരി. ഡോക്ടർ എന്താ പറഞ്ഞേ? മാഡം ഒരുപാട് സ്ട്രെയിൻ എടുക്കരുതെന്ന് പറഞ്ഞു. ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മാഡത്തിന്റെ ടെൻഷനും കൺഫ്യൂഷൻസും കുറഞ്ഞോളും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടീം മാഡത്തിനെ ചെക്കപ്പ് ചെയ്യാൻ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു. ദാ മാഡം. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെ പിഴയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞത്? മാസ്റ്റർ പ്ലാനാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാജുവും ഋതികയും തമ്മില് വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാൻ നടത്തിയ പ്ലാൻ പൊളിഞ്ഞ് അമ്മാവന്റെയും ഈ വീട്ടിലെ എല്ലാരെയും മുന്നിൽ വെച്ച് അവൻ ഋതികയുടെ കഴുത്തിൽ താലിമാല ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്തിട്ടെന്താ? എല്ലാം കൈവിട്ടു പോയില്ലേ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ ബുദ്ധിയൊന്നും ഈ കാര്യത്തിൽ ഇനി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ, എനിക്കൊരു അവസരം എന്താ? ബോംബെയില് എനിക്ക് എന്തിനും പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇരു ചെവി അറിയാതെ രാജുവിനെ അവര് തീർത്തോളും. അമ്മയൊന്ന് സമ്മതം മൂളിയാ പിന്നെ ഋതികയെ സംരക്ഷിക്കാൻ അവനുണ്ടാവില്ല. ഋതുമോളെ, നിങ്ങൾ ഇറങ്ങുവാണോ? ഇറങ്ങാ ചെറിയ. ശേഖരൻ സാറേ, ഈ ഇലക്ഷന് വർമ്മ സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ എനിക്കാവില്ലെന്നറിയാം. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടായാ ശേഖരൻ സാർ എന്നെ അറിയിക്കണം. തീർച്ചയായും ഞാൻ അറിയിക്കാം രാജു. ചേട്ടന്റെ രാഷ്ട്രീയ വിജയങ്ങളിൽ രാജുവിന്റെ ആശയങ്ങളുടെയും ഇടപെടലുകളുടെയും സ്ഥാനം എന്തായിരുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരാവശ്യം വന്ന രാജുവിനെ ഞാൻ അറിയിച്ചിരിക്കും. ഇത്തവണയും ചേട്ടൻ ജയിക്കണം, മന്ത്രിസ്ഥാനം നിലനിർത്തണം. ശേഖരേട്ടാ, മതി. ഈ പ്രശ്നങ്ങളുടെയും തിരക്കുകളുടെ ഇടയിൽ രാജുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഇതുവരെ ഈ കുട്ടികള് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും നടത്തിയിട്ടില്ല. ഇലക്ഷനും തിരക്കിനും മുമ്പ് നമുക്കിവരെ ഒരു ഹണിമൂൺ ട്രിപ്പിന് അയക്കണ്ടേ? അത് ശരിയാണല്ലോ യാമിനി. എത്രയും വേഗം അതിനുവേണ്ട ഏർപ്പാടുകൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അയ്യോ ശേഖരൻ സാറേ, അതൊന്നും ഇപ്പൊ വേണ്ട. സാറിനറിയാലോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രാജു? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് നോക്കിയിരുന്ന പിന്നെ ഒരിക്കലും അതിന് സമയം ഉണ്ടാവില്ല. അതല്ല ശേഖരൻ സാറേ, ഞങ്ങളുടെ വിവാഹം കാരണം
എന്റെ അനിയത്തി ശ്രീയുടെ വിവാഹം മുടങ്ങിയതാ. അങ്ങനെ ഒരു സാഹചര്യത്തില് രാജു പറഞ്ഞതിലും കാര്യമുണ്ട് ശേഖരേട്ടാ. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ യാമിനി മേഡം. ഋതുമോളെ, ഇനി എന്നാ മോളെ ചെറിയമ്മ കാണാ? ചെറിയമ്മ സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങ്. ശരി മോളെ. പോയിട്ട് വരാം. ശരി എന്നാ. പോയിട്ട് വാ രാജു. അമ്മായി ഞങ്ങൾ ഇറങ്ങുക. ശരി മോളെ.